ഓർഗാനിക് കെമിസ്ട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ്, അല്ലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റിയാക്ഷനാണ് ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ആൽഡിഹൈഡോ കീറ്റോണോ അവരിൽ ആൽഫ ഹൈഡ്രജൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ നമുക്കൊരു ബേസിൻ്റെ പ്രസൻസിൽ സിമ്പിളായിട്ട് നമുക്ക് ഈ റിയാക്ഷൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ളൊരു കോമ്പൗണ്ടാണ്. ആൽഡോൾ കണ്ടൻസേഷന് രണ്ട് രീതിക്ക് നമുക്ക് പറയാൻ പറ്റും. ഒന്ന് സെൽഫ് ആൽഡോൾ കണ്ടൻസേഷനും രണ്ടാമത് ക്രോസ് ആൽഡോൾ കണ്ടൻസേഷനും. സെൽഫ് ആൽഡോൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെയിം മോളിക്യൂൾസ് തമ്മിലുള്ള റിയാക്ഷൻ നമ്മൾ സെൽഫ് ആൽഡോൾ എന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള മോളിക്യൂൾ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ക്രോസ് ആൽഡോൾ എന്ന് പറയും. നമുക്ക് ഫസ്റ്റ് സെൽഫ് ആൽഡോളിനെ പറ്റി പറയാം. ഓക്കെ, സെൽഫ് ആൽഡോളിന് ഏറ്റവും സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് അസെറ്റോൾഡിഹൈഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണെന്ത് അസെറ്റാൽഡിഹൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മളൊരു ബേസിൻ്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടത്തുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ബേസ് ഡൈല്യൂട്ട് NaOH എടുക്കുന്ന കേസിൽ ഒരു ബേസ് എന്താ ചെയ്യുക? ഒരു ഹൈഡ്രജൻ അബ്സ്ട്രാക്ട് ചെയ്യും, അല്ലേ? നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അതൊക്കെ. ബേസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ എടുക്കും, ഹൈഡ്രജനെ വാങ്ങും. H+ വാങ്ങുന്ന ആളാണ് ബേസ് എന്ന് പറയുന്നത്. H+ ഡൊണേറ്റ് ചെയ്യുന്ന ആളാണ് ആസിഡ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിന് തൊട്ടടുത്തുള്ള കാർബൺ ഉള്ള ഹൈഡ്രജനാണ് നമ്മൾ ആൽഫ ഹൈഡ്രജൻ എന്ന് പറയാം. അപ്പോൾ ഇയാളാണ് ഇവിടുത്തെ ആൽഫ ഹൈഡ്രജൻ. നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് അതിനകത്ത് ആൽഫ ഹൈഡ്രജൻ ഉണ്ടോ എന്നാണ്. ഇപ്പോൾ നമ്മൾ ഫോർമാൽഡിഹൈഡ് എടുക്കുകയാണെങ്കിൽ ഫോർമാൽഡിഹൈഡിൽ ആൽഫ ഹൈഡ്രജൻ ഇല്ല. അപ്പോൾ ഫോർമാൽഡിഹൈഡിൽ ഒരിക്കലും ആൽഡോൾ കണ്ടൻസേഷൻ തരാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അസെറ്റാൽഡിഹൈഡ് കൺസിഡർ ചെയ്യുമ്പോൾ ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഒരു H+ എടുത്തു കഴിഞ്ഞാൽ ഇയാൾ എന്തായിട്ട് മാറും? ഒരു H+ പോയി കഴിഞ്ഞാൽ CH2- C ഡബിൾ ബോണ്ടോ H. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എന്നാലും ഞാൻ പറയാം, കുറച്ചും കൂടെ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു H+ പോയി കഴിഞ്ഞാൽ H+ഉം ഒരു പ്ലസ്സും ഒരു മൈനസും ആണ് ന്യൂട്രൽ ആവുക. അപ്പോൾ ഇവിടുന്ന് ഒരു H+ പോയി കഴിഞ്ഞാൽ ഇവിടെ CH2 ആണ്, അപ്പോൾ ഒരു മൈനസ് ചാർജ് ഉണ്ടാവും. അതാണ് ഈ CH2- COH എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇയാളാണ് നമ്മളെ ബാക്കി റിയാക്ഷൻ. ഞാൻ പറഞ്ഞു നമ്മൾ സെൽഫ് ആൽഡോൾ ചെയ്യുമ്പോൾ സെയിം ആളുകളാണ്. അപ്പോൾ ഇതുപോലത്തെ രണ്ട് മോളിക്യൂൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇയാളെ വെച്ച് റിയാക്ട് ചെയ്യാൻ പോവാം. അപ്പോൾ CH2- C ഡബിൾ ബോണ്ടോ H പ്ലസ് അടുത്ത മോളിക്യൂൾ CH3 C ഡബിൾ ബോണ്ടോ H. ഇപ്പോൾ നമുക്ക് ബാക്കി റിയാക്ഷൻ തരുന്നത് എങ്ങനെയാണെന്ന് പറയാം. ഇവിടെ നമുക്കറിയാം ഓക്സിജൻ എന്ന് പറയുന്നത് ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ്. അപ്പം ഒരു ബോണ്ട്, ഒരു ഓക്സിജൻ ഒരു കാർബണായിട്ടൊരു ബോണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ എപ്പോഴും അതിന് ആ ഒരു ഇലക്ട്രോ നെഗറ്റീവ് ക്യാരക്ടർ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരാളായിരിക്കും. അപ്പോൾ ഈ ബോണ്ട് എപ്പോഴും ഇത് O-, അതായത് ഒരു പാർഷ്യൽ ഡെൽറ്റ- പാർഷ്യൽ പ്ലസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ ആൾ ശ്രമിക്കും. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ചാർജ് ഉണ്ട്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യാൻ ശ്രമിക്കും? അങ്ങനെ ഒരു പ്ലസ് ചാർജ് പോയി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഈ CH2- എന്ത് ചെയ്യുന്നു? ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. നോക്കാം. അപ്പോൾ നമ്മൾ CH3, ഞാൻ ആദ്യം ഈ പോർഷൻ എഴുതുകയാണ്. C ഷിഫ്റ്റ് ചെയ്യുമ്പോൾ O- ആയി. ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. പിന്നെ അടുത്ത ആളുകൾ CH2 C ഡബിൾ ബോണ്ടോ H. ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് ഡൈല്യൂട്ട് H+, എന്തെങ്കിലും H+, വാട്ടറോ അങ്ങനെ H+ കണ്ടിന്യൂ ആയിട്ടുള്ള സാധനം ആഡ് ചെയ്യാണ്. നമുക്കറിയാം ഒരു O- H+ ആയിട്ട് എപ്പോൾ എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് OH ആയിട്ടാണ് മാറുക. അപ്പോൾ ഇവിടെ CH3 COH CH2 C ഡബിൾ ബോണ്ടോ H, ഇവിടെ H ഉണ്ട് കേട്ടോ. ഇങ്ങനെയായിട്ട് മാറും. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് നമുക്കറിയാം ഇവിടെ ഒരു കീറ്റോ ഗ്രൂപ്പാണ്. കോൺജുഗേഷൻ എപ്പോഴും ഒരു പ്രൊഡക്റ്റിനെ സ്റ്റേബിൾ ആക്കുക ചെയ്യാം. നമ്മളിത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വാട്ടർ എലിമിനേറ്റ് ചെയ്യും. ഇവിടെ ഒരു OH ഉണ്ട്, ഇതിനകത്ത് H ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം എന്താ ഇവിടെയും ഹൈഡ്രജൻ ഉണ്ടല്ലോ, ഈ ഹൈഡ്രജൻ എന്തുകൊണ്ട് പൊയ്ക്കൂടാ വാട്ടറായിട്ട് എന്ന്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഈ OHഉം ഈ ഒരു ഹൈഡ്രജനും കൂടെ കളയുമ്പോൾ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യും, അല്ലേ? അപ്പം ഇവിടെ ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ഒരു കോൺജുഗേഷൻ അവിടെ ഫോം ചെയ്യുക. ഒരു കോൺജുഗേഷൻ എപ്പോഴും ഒരു പ്രൊഡക്റ്റിന് സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ഹൈഡ്രജൻ എടുത്തിട്ട് വാട്ടർ എലിമിനേറ്റഡ് ആയിട്ട് പോകുന്നത്.
അപ്പോൾ എന്തായി? CH3 CH ഡബിൾ ബോണ്ട് CH C ഡബിൾ ബോണ്ടോ H. ഇത് ആൽഫ പൊസിഷൻ, ഇത് ബീറ്റ. ആൽഫ ബീറ്റ അൺസാച്ചുറേഷൻ അവിടെ ആയിക്കഴിഞ്ഞു. ഓക്കെ, അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ക്രോസ് ആൾഡോളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ക്രോസ് ആൾഡോൾ എന്ന് പറയുമ്പോൾ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള മോളിക്യൂൾസ് ആയിരിക്കും റിയാക്ട് ചെയ്യുക. അപ്പം നമുക്കിവിടെ എക്സാമ്പിളായിട്ട് ആരെടുക്കാം? CH3 C ഡബിൾ ബോണ്ടോ Hഉം അടുത്ത് നമുക്കൊരു കീറ്റോണിനെ കൺസിഡർ ചെയ്യാം. CH3 C ഡബിൾ ബോണ്ടോ CH3. ഇവിടെ ആക്ച്വലി നമുക്ക് ഒരു പ്രൊഡക്റ്റ് അല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊരു ആൽഡിഹൈഡ് എടുക്കുമ്പോൾ എപ്പോഴും അതിനകത്ത് നമുക്ക് ഒരു മോളിക്യൂളായിട്ട് റിയാക്ട് ചെയ്യിക്കാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും ഒത്തിരി മോളിക്യൂൾസ് അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ ഒത്തിരി ആരുണ്ടാവും? അസറ്റാൽഡിഹൈഡ് ഉണ്ടാവും. അതുപോലത്തെ ഒത്തിരി അസറ്റോണും ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യാം? ഈ 2 അസറ്റാൽഡിഹൈഡിന് റിയാക്ട് ചെയ്യാം, അല്ലെങ്കിൽ 2 അസറ്റോൺ റിയാക്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെയും ആൽഫ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെയും ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഒരു കേസിൽ ബേസിന് വന്നിട്ട് ഇയാളുടെ ആൽഫ ഹൈഡ്രജൻ എടുത്തിട്ട് ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ ഇവിടുത്തെ ആൽഫ ഹൈഡ്രജൻ എടുത്തിട്ട് ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ പോസിബിലിറ്റീസ് 4 എണ്ണമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 4 ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇയാളുടേത് നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ ഓൾറെഡി ചെയ്തതാണ് അല്ലേ, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത് സെയിം സെൽഫ് ആൾഡോൾ തന്നെ. അപ്പോൾ നമ്മൾ ഇയാളെ വെച്ചിട്ടുള്ള സെൽഫ് ആൾഡോൾ പ്രൊഡക്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ അടുത്തൊരു പോസിബിലിറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുത്തെ ആൽഫ ഹൈഡ്രജൻ എടുക്കാം, അല്ലെങ്കിൽ ഇവിടുത്തെ ആൽഫ ഹൈഡ്രജൻ എടുക്കാം. ഞാൻ ഇയാളെ വെച്ചിട്ട് ഫസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ CH2 മൈനസ് C ഡബിൾ ബോണ്ടോ H ഫോം ചെയ്തു, പ്ലസ് CH3 C ഡബിൾ ബോണ്ടോ CH3. ഇയാളിവിടെ വന്ന് അറ്റാക്ക് ചെയ്യും അല്ലേ, നോക്കിയാൽ അറ്റാക്ക് ചെയ്തു, ഈ ബോണ്ട് ഇങ്ങോട്ട് സ്വിച്ച് ചെയ്തു. അപ്പോൾ CH3 CO മൈനസ്, ഇവിടെയുള്ള CH3 അങ്ങനെ തന്നെ എഴുതി. CHലേക്ക് നമ്മൾ H+ ആഡ് ചെയ്യുമ്പോൾ അത് O മൈനസ് എന്താവും? OH ആയിട്ട് മാറും. CH3 OH CH3 OH. ഇനി നമ്മൾ സെയിം ഇവിടുന്ന് എന്ത് ചെയ്യുക? വാട്ടർ എലിമിനേറ്റഡ് ആവും. വാട്ടർ എലിമിനേറ്റഡ് ആയി കഴിഞ്ഞാൽ CH3 C ഡബിൾ ബോണ്ട് CH3 CH2 C ഡബിൾ ബോണ്ട് H. ഇതായിരിക്കും നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ കീറ്റോണിൽ നിന്ന് ആൽഫ ഹൈഡ്രജൻ എടുക്കുന്ന കേസ് നോക്കുകയാണെങ്കിൽ CH2 മൈനസ് C ഡബിൾ ബോണ്ടോ CH3 അല്ല, പ്ലസ് നമ്മുടെ CH3 C ഡബിൾ ബോണ്ടോ H. അപ്പോൾ ഇയാളിവിടെ വന്ന് അറ്റാക്ക് ചെയ്യുന്നു, ഇത് ബോണ്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു അല്ലേ. ഇതിലേക്ക് നമ്മൾ H+ ആഡ് ചെയ്യുന്നു. CH3 വാട്ടർ പോയി കഴിഞ്ഞാൽ that's it. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ.